ശ്രീകൃഷ്ണാർപ്പണമസ്തു. എല്ലാവർക്കും നമസ്കാരം. നാളെ മഹാശിവരാത്രിയാണ്. നരനായിങ്ങനെ ജനിച്ചു ഭൂമിയിൽ നരകവാരീതി നടുവിൽ ഞാൻ നരകത്തിൽ നിന്നു കരകേറ്റിടേണം തിരുവൈക്കം വാഴും ശിവശംഭോ ശംഭോ ശിവശംഭോ. പൂന്താനം നമ്പൂതിരിയുടെ വൈക്കത്തപ്പനെ കുറിച്ചുള്ള അതിമനോഹരമായ ഗാനമാണല്ലേ. ഡോക്ടർ TPS ജിയുടെ സംഭാഷണത്തിൽ നിന്നുമാണ് ഭക്തകവിയുടെ ശിവഭജനമാണെന്ന് മനസ്സിലാക്കിയത്. അതിശയോക്തി തോന്നിയില്ല. തത്വം ഒട്ടും കുറയാതെ തന്നെ ഇത്ര ലളിതമായി കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പൂന്താനം നമ്പൂതിരിക്കല്ലാതെ മറ്റാർക്ക് കഴിയും? ശിവനും നാരായണനും ഒരേ ബ്രഹ്മത്തിന്റെ വിവിധ രൂപങ്ങൾ മാത്രമാണെന്ന് ബ്രഹ്മജ്ഞാനം ലഭിച്ച പൂന്താനം നമുക്ക് പറഞ്ഞു തരാനായിരിക്കണം ഇതുപോലൊരു കൃതികൾ. ശിവൻ എന്ന വാക്കിന് തന്നെ എന്താണ് അർത്ഥം? മംഗളകരമായത് എന്നല്ലേ. ദേവന്മാരുടെ ദേവൻ എന്നതുകൊണ്ട് മഹാദേവൻ എന്നും, മഹാനായ ഈശ്വരൻ എന്നതുകൊണ്ട് മഹേശ്വരൻ എന്നും, അങ്ങനെ പല പേരിലും നമുക്ക് വിളിക്കാം. ജ്യോതിഷത്തിൽ ആത്മകാരക ഗ്രഹം സൂര്യനാണ്. ഗ്രഹനിലയിൽ സൂര്യന്റെ നെഗറ്റീവ് കുറയ്ക്കാൻ ശിവഭജനം നല്ലതാണെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നാം എന്തിന് ഈ ഭൂമിയിൽ വന്നു, നമ്മുടെ ആത്മാവിന്റെ ലക്ഷ്യം എന്താണ് എന്നെല്ലാം ചിന്തിക്കുമ്പോൾ ശിവഭഗവാനെ കുറിച്ച് കൂടുതൽ അറിയണമെന്ന് തോന്നി. ഈ ചിന്തകൾ നിങ്ങൾക്കുമുണ്ടെങ്കിൽ വരൂ, നമുക്കൊരുമിച്ച് യാത്ര ചെയ്യാം. നമ്മുടെ ആത്മാവിനെ തേടിയുള്ള യാത്ര. ഋഷീശ്വരന്മാർ പറയാറില്ലേ, പുറത്തല്ല തേടേണ്ടത് ഉള്ളിലേക്കാണെന്ന്. അങ്ങനെ ഉള്ളിലേക്ക് തേടാൻ തുടങ്ങിയപ്പോൾ 63 നായന്മാരെ കുറിച്ച് മനസ്സിലാക്കണമെന്ന് വിചാരിച്ചു. ഒരു എളിയ ശ്രമം നടത്തട്ടെ. 63 നായന്മാരിൽ ഒന്നാമത്തെ നായനാരാണ് തിരുനീലകണ്ഠ നായനാർ. ചിദംബരം സ്വദേശിയായിരുന്നു അദ്ദേഹം. കുശവന്മാരുടെ കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. പോട്ടർമാർ എന്ന് ഇംഗ്ലീഷിൽ പറയാം. പ്രധാനമായും അദ്ദേഹത്തിന്റെ ജോലി എന്ന് പറയുന്നത് മൺപാത്രങ്ങളും മറ്റു പാത്രങ്ങളും ഉണ്ടാക്കി വിൽക്കുക എന്നുള്ളതാണ്. ശിവഭക്തനായതുകൊണ്ട് സൗജന്യമായി പാത്രങ്ങൾ ശിവഭക്തർക്ക് കൊടുക്കുമായിരുന്നു. അദ്ദേഹം വിവാഹിതനായിരുന്നു. ഭാര്യയും തീർത്ഥ ശിവഭക്തയായിരുന്നു. ശിവഭഗവാന് തന്നെ പല രൂപങ്ങളുണ്ടല്ലോ. നടരാജൻ, കാലഭൈരവൻ, രുദ്രൻ എന്നിങ്ങനെ നീണ്ട പട്ടിക തന്നെ ഉണ്ടല്ലോ. കാളകൂട വിഷം കഴിച്ച ഖണ്ഡം നീല നിറത്തിലുള്ളതുകൊണ്ട് നീലകണ്ഠൻ എന്നും ഭഗവാനെ വിളിച്ചിരുന്നു. തിരുനീലകണ്ഠ നയനാരും ഭാര്യയ്ക്കും നീലകണ്ഠ രൂപത്തിനോടായിരുന്നു താല്പര്യം. ഒരു ദുഷിച്ച ദിവസം ഒരു വേശ്യയെ കണ്ടപ്പോൾ പ്രാപിക്കണമെന്ന് തിരുനീലകണ്ഠർക്ക് തോന്നി. പ്രാപിച്ചതിനു ശേഷം ഒന്നും അറിയാത്ത മട്ടിൽ വീട്ടിലെത്തി. പക്ഷേ അതിനു മുമ്പ് തന്നെ ഭാര്യയ്ക്ക് വിവരം ലഭിച്ചു. അത്യധികം കോപമുണ്ടായെങ്കിലും പുറത്തു കാണിക്കാതെ ഭർത്താവിന് വേണ്ട എല്ലാ കടമകളും ചെയ്തു കൊടുത്തു. തിരുനീലകണ്ഠർ ഭാര്യയുടെ സമീപത്ത് എത്തിയപ്പോൾ അവർ ആക്രോശിച്ചു കൊണ്ട് പറഞ്ഞു, നീ ഞങ്ങളെ തൊടുമോ തിരുനീലകണ്ഠ? ഇതിൽ ദ്വയാർത്ഥമുണ്ട്. ഞങ്ങൾ എന്ന് പറഞ്ഞത് ഭാര്യ അവരെയും ശിവഭഗവാനെയും ചേർത്തി പറഞ്ഞതായിരിക്കാം. അന്നത്തെ കാലത്ത് ഭർത്താവിനെ പേര് ചൊല്ലി ഭാര്യമാർ വിളിക്കില്ലായിരുന്നു. തിരുനീലകണ്ഠ എന്ന് ഉദ്ദേശിച്ചത് ഭർത്താവും ശിവഭക്തനാണെന്ന് സമർത്ഥിക്കാനായിരിക്കണം. എന്തു തന്നെയായാലും ഭാര്യയുടെ അലർച്ച ഒരു ഇടിനാഥം പോലെ തിരുനീലകണ്ഠന്റെ ചെവിയിൽ വീണു. താൻ എന്തൊരു അപരാധമാണ് ചെയ്തിരിക്കുന്നത് എന്ന് പൂർണ്ണമായും മനസ്സിലായ നിമിഷമായിരുന്നു. ആ നിമിഷം അദ്ദേഹം തീരുമാനിച്ചു, ഇനി ഒരു സ്ത്രീ സമ്പർക്കവും ഭാര്യയുൾപ്പെടെ ഒരു ശാരീരിക ബന്ധവും ഉണ്ടാവില്ലെന്ന പ്രതിജ്ഞ ചെയ്തു. പക്ഷെ നാട്ടുകാർക്കിടയിൽ ഒരു കുടുംബനാഥനായി തന്നെ തുടർന്നു. അങ്ങനെ രണ്ടുപേരും ശിവഭക്തിയിൽ ജീവിതം കഴിച്ചുകൂട്ടി വയസ്സാവുകയും ചെയ്തു. ഇവരുടെ ഭക്തിയെ ഒന്ന് പരീക്ഷിക്കണമെന്ന് മഹാദേവൻ തീരുമാനിച്ചു. ഒരു സന്യാസ വേഷം സ്വീകരിച്ച്
അവരുടെ മുന്നിലെത്തി. എല്ലാ മര്യാദകളോടും ദമ്പതിമാർ സന്യാസിയെ സ്വീകരിച്ചിരുത്തി. അവരുടെ ആതിഥ്യ മര്യാദയിൽ പ്രസന്നനായി വിലയേറിയ ഒരു പാത്രം സന്യാസി തിരുനീലകണ്ഠരുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് സൂക്ഷിച്ചു വെക്കണം, ഞാൻ വരുന്നത് വരെ എന്ന് പറയുകയാണ്. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം സന്യാസി തിരിച്ചു വന്നപ്പോൾ ആ പാത്രം തിരികെ തരാൻ ആവശ്യപ്പെടുകയാണ്. എല്ലാം മഹാദേവന്റെ കുസൃതിയായിരുന്നു. ദമ്പതികൾ എല്ലാവിടവും തിരഞ്ഞു, പക്ഷെ പാത്രം വെച്ച സ്ഥലത്ത് കാണുന്നുണ്ടായിരുന്നില്ല. ഇതുപോലുള്ള ഒരു പാത്രം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞപ്പോഴും സന്യാസി സമ്മതിച്ചില്ല. വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കി. കുഞ്ഞിന്റെ തലയിൽ വെച്ച് സത്യം ചെയ്യാൻ പറഞ്ഞു. നാട്ടുകാരുടെ മുന്നിൽ നിന്നുകൊണ്ട്. ദാമ്പത്യ ജീവിതം തന്നെ ഇല്ലാത്തവർക്ക് എവിടെന്നാ കുഞ്ഞല്ലേ? ഞങ്ങൾക്ക് സന്താനമില്ലെന്ന് തിരുനീലകണ്ഠർ പറഞ്ഞു. ഭാര്യയുടെ തലയിൽ വെച്ച് സത്യം ചെയ്യാൻ പറഞ്ഞപ്പോൾ അതും വിസമ്മതിച്ചു. കാരണം ഒരു സ്ത്രീയെയും സ്പർശിക്കില്ല എന്ന പ്രതിജ്ഞ ചെയ്തിരുന്നല്ലോ. യോഗീവര്യൻ കുപിതനായി. നീതിക്കായി ക്ഷേത്രത്തിലെ ബ്രാഹ്മണ സഭയോട് അപേക്ഷിച്ചു. വാദം കേട്ട ബ്രാഹ്മണ സഭ ഉത്തരവിട്ടു, ദമ്പതികൾ ക്ഷേത്രക്കുളത്തുപോയി സ്നാനം ചെയ്യണമെന്ന്. ഒരു വടിയുടെ രണ്ടറ്റം പിടിച്ചായിരുന്നു തിരുനീലകണ്ഠരും ഭാര്യയും നടന്നത്. ഭാര്യയെ സ്പർശിക്കരുതല്ലോ എന്നു കരുതി. വിശുദ്ധ കുളത്തിനരികിലെത്തിയപ്പോൾ യോഗിക്ക് ദേഷ്യം വന്നു. രണ്ടുപേരും കൈകോർത്ത് പോവണമെന്ന് ശഠിച്ചു. തിരുനീലകണ്ഠൻ യോഗിയുടെ കാലിൽ വീണ് ക്ഷമാപണം ചോദിച്ചു. പക്ഷെ അദ്ദേഹം സമ്മതിച്ചില്ല. കൂടെ നാട്ടുകാരും ചുറ്റുമുണ്ടായിരുന്നു. താൻ ഇത്രയും കാലം എങ്ങനെയാണ് ജീവിച്ചതെന്ന സത്യം അദ്ദേഹത്തിന് നാട്ടുകാരോട് പറയേണ്ടി വന്നു. ഭക്തന്റെ വായിൽ നിന്നു തന്നെ ലോകത്തെ അറിയിച്ചപ്പോൾ കൈലാസനാഥനായ യോഗി അപ്രത്യക്ഷനായി. ദമ്പതികൾ ശുദ്ധകുളത്തിൽ മുങ്ങി യുവദമ്പതികളായി മാറി. കണ്ടുനിന്ന ബ്രാഹ്മണരും നാട്ടുകാരും അത്ഭുതസ്തബ്ധരായി. മഹാദേവൻ പാർവതീ സമേതനായി വന്ന് ദമ്പതികളെ അനുഗ്രഹിച്ചു. ദമ്പതികളുടെ ഭക്തിയിലും ലൈംഗിക നിയന്ത്രണത്തിലും സന്തുഷ്ടനായ ഭഗവാൻ അവരെ കൈലാസത്തിലേക്ക് കൊണ്ടുപോയി. ഓം ശിവശക്തിഐക്യരൂപിണേ നമഃ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത നായനാരുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.